ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബി ബേബി ചിയാൽ. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വിട്ടാലോ? വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് ടീച്ചേഴ്സ് അവാർഡിന്റെ ഇതിലോട്ട്, അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് സെലക്ട് ആയിരിക്കുന്നത് എൻ്റെ അച്ചാച്ചയാണ്. അപ്പോൾ ഇന്നാണ് ഫൈനൽ ഇന്റർവ്യൂ. തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്. അതായത് കോട്ടയം ജില്ലയിലെ ഒരുപാട് സബ് ജില്ലകളുണ്ട്. അപ്പോൾ അത് എല്ലാം നിന്നാണ് അച്ചാച്ച എന്ന് പറയുന്ന ഒരാൾ സെലക്ട് ആയിട്ട് കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് ഇന്റർവ്യൂവിന്. അപ്പോൾ ഈ വർഷം റിട്ടയർഡ് ആവുക വെച്ചാൽ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സർവീസിൽ കയറിയ കാലം തൊട്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഡെഡിക്കേഷൻ അവിടെ എന്നുവെച്ചാൽ ഞാനൊക്കെ റോൾ മോഡലായിട്ട് വെച്ചേക്കുന്ന ടീച്ചേഴ്സാണ് അച്ചാച്ചയും അമ്മയും എല്ലാവരും. അപ്പോൾ ഭയങ്കര അൺകണ്ടീഷണലായിട്ട് ടീച്ചിങ് ഈ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ റിട്ടയർഡ് ആവുന്ന ഒരു സമയത്ത് ഈ ഒരു അവാർഡ് തേടിയെടുക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, നാടിനും വീടിനും സ്കൂളിനും എല്ലാവർക്കും ഒരുപാട് അഭിമാന സന്തോഷമാണ്. കോട്ടയം ജില്ലയിൽ നിന്നാണ് സെലക്ട് ആയെങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റ് അവാർഡിലോട്ട് എത്തിപ്പെടുക എന്നുണ്ട് ഇന്റർവ്യൂവിലെങ്കിലും എത്താന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും വലിയ ഒരു സംസ്ഥാനമാണ്. അപ്പം കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് പോകുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. സോ അച്ചയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ എന്നാണ് അച്ചച്ച പറഞ്ഞത്. ബിക്കോസ് ഇവിടം വരെ എത്താന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ പുറകെ അറിയിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം. ഞാനുണ്ട്, പിന്നെ അച്ചാച്ച, പാപ്പിയുണ്ട്, പിന്നെ അച്ചച്ചക്ക് ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ രാവിലെ പോകേണ്ടതാണ്. കുറച്ച് റെഡിയായുള്ളൂ, ബാക്കി ഒരുങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാതാവിന് നേർച്ച ആക്കിയിട്ട് ഇറങ്ങുവാണ്. നമ്മുടെ ഇവിടുന്ന് കോഴഞ്ചേരി, അടൂര്, കൊട്ടാരക്കര ആ റൂട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കൊട്ടാരക്കര എത്തിയപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ ഒരു ആര്യാസ് ഹോട്ടലിൽ നിന്ന് മസാല ദോശയും നെയ്റോസ്റ്റും ചായയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ചടയമംഗലം എത്തിയപ്പം ഈ ജഡായു പാറ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റി കേട്ടോ. ഇത്ര അടുത്തല്ല, ഇത് സൂം ചെയ്ത, പക്ഷെ എന്നാലും നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടതേ. നമ്മളിപ്പം തിരുവനന്തപുരം പാളയം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി, ഒരു അമ്പലം, പിന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ. എല്ലാം ഒരേ ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ആ ഒരു പ്ലേസിനെ ഇത്ര ഐക്കോണിക് ആക്കുന്നത്. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി. തിരുവനന്തപുരം DGEയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. DGE എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അച്ഛൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ അപ്പാപ്പിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് അപ്പാപ്പി ചോദിക്കുന്നത്, സ്ലോ മോഷൻ ആണോ ഓടിയത്? അപ്പോൾ അതേ അപ്പാപ്പി സ്ലോ മോഷൻ ഇട്ടിട്ടുണ്ടേ. അച്ചാച്ചയുടെ വീഡിയോസ് എടുത്ത കൂട്ടത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 23 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരു അംഗീകാരം എന്ന നിലയിൽ അവാർഡ് കിട്ടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും 100% ചെയ്യാൻ ശ്രമിച്ചു. അത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കി അവരത് അതിൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചു. അതിനുശേഷം സബ് ജില്ലയിൽ നിന്നും സെലക്റ്റായി സംസ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ അവാർഡ് കമ്മിറ്റിയുടെ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാകാനായിട്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ അവസരത്തിൽ അവാർഡ് കിട്ടിയതായിട്ട് കരുതി സന്തോഷിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം DGEയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ വന്നപ്പോൾ LPയുടെ നടക്കുന്നേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഇന്റർവ്യൂ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. അപ്പോൾ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അച്ചച്ച ഇന്റർവ്യൂവിന് വിളിച്ചത്. ഇന്റർവ്യൂ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് അച്ചച്ച പറഞ്ഞത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. കണ്ടില്ലേ, നമുക്കും ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ പാട്ടൊക്കെ പാടിയാണ് ഇരിക്കുന്നത്. ലേറ്റായി ഗൈസ്, നമ്മൾ പ്രതീക്ഷിക്കാൻ ലേറ്റായി. കുറേ പേരുണ്ട്. ഉച്ച കഴിഞ്ഞു, 5 മണിയൊക്കെ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു കേട്ടോ. ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞു. ലേറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു പോവാണ്.
നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സ്കൂളിലെ ഓണപരിപാടി. അപ്പം തലേദിവസം തന്നെ നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എല്ലാ വർഷവും അച്ചാച്ചയും അപ്പാപ്പയും എല്ലാവരും കൂടിയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനും കൂടാന്ന് ഓർത്തു. നമ്മൾ തിരിച്ചു വന്നപ്പോൾ തന്നെ രാത്രി 11:30 ആയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഫ്രഷായി നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോയി. കൊള്ളാം ഗൈസ്, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവരെ ഹെൽപ്പും ചെയ്യാം, വീഡിയോ എടുക്കും. ശരിക്കും ഇതൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. ഒരു വൈബാണ്. കട്ടൻ വെക്കാമാണ്, കട്ടൻ. ഓഗസ്റ്റ് 21 വെളുപ്പിന് 2 മണി. ഈ മിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് തേങ്ങ ചിരണ്ടുന്ന മിഷനാണ്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ മിഷനിലാട്ടോ തേങ്ങ ചിരണ്ടുന്നത്. ആദ്യം പായസത്തിന് തയ്യാറാണ്. ഈ അടപ്രഥമൻ്റെ ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അട വേവിക്കാൻ വേണ്ടിയുള്ള വെള്ളം വെച്ചിരിക്കുന്നു, ശർക്കര ഉരുക്കുന്നു. പിന്നെ ഗൈസ് എടുത്ത് പറയേണ്ടത് ഈ പുക, നമ്മുടെ കണ്ണ് എരിഞ്ഞിങ്ങനെ വെള്ളം കുടുകുടാ വന്നുകൊണ്ടിരിക്കും, അത്രയും പുകയാണ്. കംപ്ലീറ്റ്ലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പാത്രമൊക്കെ എടുത്ത് വെക്കാൻ സഹായിക്കുന്നു, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും പേരുടെ സദ്യ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇത്രയും പിള്ളേരുള്ള സ്കൂളല്ലേ, നെടുമണി സ്കൂളാണ്. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കാണാൻ പറഞ്ഞാൽ ഞാൻ വന്നു, ഇതിന് വീഡിയോ എടുക്കാം. ചില്ലാണ്, വൈബാണ്, രസമുണ്ട്. ആരെ പോന്നൊക്കെ ഗൈസ്, ഞാനും വിളക്കി, ഞാനും വിട്ടുകൊടുത്തില്ല. ഗൈസ് എനിക്ക് എല്ലാ വിഷ്വലൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ട്രൈപോഡ് എടുത്തെങ്കിലും അങ്ങനെ വെക്കാൻ സൗകര്യമൊന്നുമില്ല, പാത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ചെറിയ ചെറിയ വിഷ്വലേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഓരോ കാര്യങ്ങളുടെ പുറകിൽ എന്തുമാത്രം എഫേർട്ട് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നല്ല കഷ്ടപ്പാടുണ്ട് ഗൈസ്, ഒരുപാട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുന്ന, ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പണി ചെയ്ത് കൊടുത്തപ്പോ നമ്മള് അത്രയ്ക്ക് ടയേർഡായി പോകും. അപ്പൊ നമ്മൾ മെയിനായിട്ട് നിന്ന് പുകയുടെ അടുത്ത് നിന്ന് പണിയുന്നവര്, അല്ലെങ്കിൽ തേങ്ങ ചിരണ്ട, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഭയങ്കര ഒത്തിരി കാണാനും പഠിക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം, രസമുണ്ട്. ശരിക്കും ടേബിളിന്റെ മുമ്പിൽ സദ്യ അല്ലെങ്കിൽ ഏതൊരു വിഭവം എത്തുമ്പോഴും നമ്മൾ അറിയുന്നില്ല എത്രമാത്രം ആളുകളുടെ കഷ്ടപ്പാട് അതിന്റെ പുറകിലുണ്ടെന്ന്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദീസ് പീപ്പിൾ. തേങ്ങ ചിരണ്ടുന്ന മിഷീന്റെ സൗണ്ട് അതിന്റെ പുറകെ കേൾക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോയിസ് റിഡക്ഷൻ ചെയ്ത് നോക്കാം, പോവായിരിക്കും. ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പായസത്തിന്റെ അടപ്രഥമന്റെ പ്രോസസ്സ് ഭയങ്കര ഒരു വലിയ പ്രോസസ്സാണ്. അട വേവിക്കണം, ശർക്കര ഉരുക്കണം, പിന്നെ അതിന്റെ തേങ്ങ, എത്ര തേങ്ങ, 10, 150, 200 ഒക്കെ തേങ്ങയാണ് ചിരണ്ടി പാലെടുത്ത്. പിന്നെ ബാക്കി പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതാണ് വലിയ പ്രോസസ്സും തോന്നുന്നു. ബാക്കി കറികളും ഉണ്ട്, പക്ഷെ ഇത്രയും അളവിലാവുമ്പോ എനിക്കൊന്ന് പായസം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ക്ലാരിറ്റി, സൗണ്ടിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടാവും, കാരണം നമുക്കിവിടെ വേറെ ലൈറ്റ് ഒന്നും ഇല്ല. ഇവിടെ ഉള്ള ട്യൂബിന്റെ ലൈറ്റേ ഉള്ളൂ. വെളുപ്പിനെ, അപ്പൊ ഇരുട്ടാ. അപ്പോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്റെ ഓരോ മൈൻഡ് ആക്കണ്ട, തീയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കരിഞ്ഞിരിക്കോ.
ശരിക്കും ഉറങ്ങിയിട്ടില്ല. രാവിലെ 6:30-ക്ക് ഇറങ്ങിയതാണ്. അല്ല, 6:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് പോയി, അങ്ങോട്ട് ഇങ്ങോട്ട്, പിന്നെ വീട്ടിൽ ചെന്നു ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫ്രഷായി ഉടനെ ഇങ്ങോട്ട് പോയിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പള്ളിയിലും സ്കൂളിലും അങ്ങനെ സദ്യ, ബിരിയാണി, പായസം അങ്ങനെയൊക്കെ വെക്കുന്ന എല്ലാ പ്രാവശ്യവും. വീട്ടിലുള്ള സമയത്ത് ഞാൻ പുറത്ത് അവിടെ പണിയാണെങ്കിൽ കാണാറുണ്ട്, അല്ലാതെ സ്കൂളിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഓണസദ്യ വലിയ സംഭവമാണ്. അതിന് ഭാഗമാകാൻ പറ്റിയത് ഐ ആം ഗ്രേറ്റ്ഫുൾ. കാരണം നാളെ ഈ പിള്ളേര് എന്താ സ്കൂളിൽ എല്ലാവരും സന്തോഷത്തോടെ പായസവും സദ്യയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ എൻ്റെ ഒരു ചെറിയ കൈ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ചെറിയ കൈ സന്തോഷം. പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനിയും ചേർക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഇങ്ങനെ ഉരുക്കി ഒഴിച്ചതിങ്ങനെ അരിച്ച് നമ്മുടെ ആ ഒരു വലിയ വാർപ്പിനകത്തോട് ഒഴിക്കും. അത് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കാണ് പിന്നെ അട ചേർക്കും. അതും ഒന്ന് നല്ല രീതിയിൽ വരുമ്പോഴത്തേക്ക് 1-ാം പാലും 2-ാം പാലും ഒക്കെ ചേർത്ത് അങ്ങനെയാണ് പായസം സെറ്റാക്കുന്നത്. പിന്നെ ഈ തേങ്ങ ചിരണ്ടുന്ന ഒരു ഭയങ്കര പണിയാണ്. അത് കഴിഞ്ഞ് പാലെടുക്കുന്നതും ഒരു വലിയ പണി. അതായത് ഇതിനും ഒരു ചെറിയൊരു മെഷീൻ പോലെ ഒരു സംഭവമുണ്ട്. അതായത് ആ ഒരു ചെറിയ ബക്കറ്റ് പോലെ അതിനകത്തോട്ട് തേങ്ങ നിറയ്ക്കും. എന്നിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പാലെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇതിനകത്ത് ചേർക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. കിസ്മിസ്, കശുവണ്ടി, പിന്നെ ഏലക്ക, ചുക്ക്, അതുപോലെ പൊടികളൊക്കെ ഉണ്ട്. പായസം ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയപ്പം നേരമെടുത്തു ഗായ്സ്. സമയം ഒരു 6 മണിയൊക്കെ ആയി. ആദ്യത്തെ സെറ്റ് പായസത്തിൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് ഇതേ പ്രോസസ്സെല്ലാം ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 സെറ്റായിട്ടാണ് പായസം വെക്കുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് പായസം ഇപ്പോൾ അടുപ്പേൽ കയറും. അച്ഛൻ തിരിച്ചിനി വീട്ടിലോട്ട് പോകുന്നില്ല, നേരെ സ്കൂളിലോട്ട് കയറുവാണ്. അപ്പം എന്നെ പിന്നെ കൊണ്ടുവിടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം അപ്പം തിരിച്ചു പോകുന്നതുകൊണ്ട് എന്നെ കുറച്ച് കഴിയുമ്പം വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 8 മണിയൊക്കെ അല്ലെങ്കിൽ 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്തായിരിക്കും. ഞാനിപ്പോഴേ ഫ്ലാറ്റായി. അയ്യോ, ഭയങ്കര ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഉച്ചയൊക്കെ അടഞ്ഞ് എനിക്ക് എനർജി ഒന്നുമില്ല. ശരിക്കും എനിക്കൊന്ന് 24 മണിക്കൂറായെന്ന് തോന്നുന്നു. അതായത് ഇന്നലെ 6:30-ക്കാണല്ലോ നമ്മൾ വ്ലോഗ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ സമയം 6:30 ആവുന്നു. 24 hours ഡേ ഇൻ മൈ ലൈഫ്. കണ്ടില്ലെന്ന് പറയരുത്. ഞാനിങ്ങനെ ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ട് ഇത്രയും ടയർഡായെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുമാത്രം ടയർഡ്നെസ് കാണും അല്ലേ? ചെറിയ ചെറിയ പണികൾ ഇൻ ദ സെൻസ് ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ചെയ്യുന്ന ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ചെറിയ പണികൾ. മനസ്സിലായി പറഞ്ഞത്? അതായത് ഞാൻ ഒരു കാര്യം ചെയ്യുന്ന സമയം കൊണ്ട് ഇവർ 10 കാര്യം ചെയ്യും. ദാറ്റ്സ് എ ഡിഫറൻസ്. അതല്ലെങ്കിൽ ഒരു 50 കാര്യം ചെയ്യും. ഭയങ്കര വലിയ കാര്യമാട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ആദ്യത്തെ സെറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കോരി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഗൈസ് എന്തൊരു മണമായിരുന്നു അറിയാമോ? സൂപ്പർ ടേസ്റ്റും എല്ലാം പാകമായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പായസവും കുടിച്ചിട്ട് അപ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. നേരെ ഒരു കുളി പാസ്സാക്കി എൻ്റെ ഗൈസ്. ഇപ്പോഴാണ് ജീവൻ നേരെ വീണത്. കാരണം നിങ്ങൾ നിർത്തേക്ക് ഇന്നലെ രാവിലെ 6:30 കഴിഞ്ഞപ്പോൾ പോയതാണ്. എന്നിട്ട് ഇന്നലെ വൈകിട്ട് 11:45 കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രഷായി ആ ഒരു സമയം എടുത്തുള്ളൂ. അതായത് പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി സ്കൂളിൽ ചെന്ന് ബാക്കി പരിപാടികളൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ നിന്നൊരു 6:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി രാവിലെ തിരിച്ചു വന്നു. ബട്ട് സ്റ്റിൽ അച്ചാച്ചയും അപ്പാപ്പിയും അവരെ സഹായിക്കുന്നവരും ബാക്കിയുള്ളവരും ഒക്കെ അവിടെ ഇപ്പോഴും ഈ സദ്യയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. രാവിലെ മെയിനായിട്ടുള്ള പായസം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കറികളും ചോറ് അതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ അത് സെറ്റ് ചെയ്യുവാണ്. പക്ഷേ അപ്പാപ്പിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് എന്നെ പിന്നെ ഇവിടെ കൊണ്ടുവിട്ടു. ഇനി നമ്മളെന്തെങ്കിലും കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ നമുക്ക് കിറുക്ക് പിടിച്ചു എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഇപ്പം സംസാരിക്കുമ്പോഴേ എനർജി ഇല്ല, മുഖമൊക്കെ ഭയങ്കര ഡള്ളായി കാരണം നമ്മൾ ടയേർഡായപ്പോൾ. കാരണം രാവിലെ പോയിട്ട് നമ്മൾ അവിടെ ചെന്നു, അവിടെ ഉള്ളൊരു ലേറ്റായിരുന്നു. പിന്നെ ചൂടും ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നലെ എന്തോ രാവിലെ മഴ, ഉച്ചയ്ക്ക് ചൂട്, പിന്നെയും കുറച്ച് മഴ, ചൂട്. അപ്പോൾ ഒരുമാതിരി ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഒരു
നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ തിരിച്ച് അതായത് നമ്മളിടയ്ക്ക് കഴിക്കാൻ മാത്രമേ സ്ഥലം കയറിയുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക്, സകല ജംഗ്ഷനിലും ഇന്നലെ ബ്ലോക്കായിരുന്നു. എന്താ ഓണത്തിൻ്റെ തിരക്കായിരിക്കും. ഫുള്ള് ബ്ലോക്കായിരുന്നു. ഞങ്ങളൊരു 1.5-2 മണിക്കൂർ തന്നെ ബ്ലോക്ക് കാരണം താമസിച്ചു തിരിച്ചെത്താൻ വേണ്ടി. അങ്ങനെ അപ്പോൾ ഇന്നലെ ഒരു ഫുൾ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങനെ. പക്ഷേ എന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പോയതാണ്. കാരണം ഓൾറെഡി ഇവർ ഇത്രയും ഒരു ഹെക്ടിക് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഫുൾ കുക്കിംഗ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ അവിടെ നോക്കി ഞാനും ഒന്ന് പോയി നോക്കാം, നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കാമല്ലോ, കാണാമല്ലോ, പിന്നെ ഒരു മെമ്മറി എന്ന പറഞ്ഞ വീഡിയോ എടുത്ത് വെക്കാം. അങ്ങനെ പോയതാണ്. പോയത് ഭയങ്കര വർത്തായിട്ട് ഇപ്പോൾ തോന്നുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാലേ ഇത് എഡിറ്റ് ചെയ്തൊരു 7 മണിക്കെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇന്ന് തന്നെ ഇടണമെന്നൊരു വാശി. അപ്പോൾ ഈ വ്ളോഗിൽ നിന്ന് ഇടണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ലേറ്റായി. പിന്നെ വേറെ കുറച്ച് തിരക്കുകൾ വന്നു. പിന്നെ ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റൊക്കെ ആവാറായപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബാക്കിയോട് ചെയ്ത് വോയിസൊക്കെ ഇട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ആ ചെറിയ റീൽസ് ഞാനിതുവരെ പോസ്റ്റ് ചെയ്തില്ല. സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും ഇട്ടില്ല. കാരണം നമ്മൾ ഗ്യാപ്പേ ഇല്ല. ആ ഒരു 10 മിനിറ്റ് ഇന്നലെ വന്ന് ഫ്രഷായി നേരെ പോയി. അവിടെ ചെന്ന് പിന്നെ നിലത്ത് നിന്നിട്ടില്ല. നമ്മളൊരു അസിസ്റ്റൻ്റ് ഇതെടുക്കുക, അതിന് ചെയ്യുക, അതിൻ്റെ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ പിടിക്കുക. കൊള്ളായിരുന്നു. നമ്മുടെ ഈ കല്യാണരാമൻ്റെ ആ ഒരു പാചകത്തിൻ്റെ ആ ഒരു കലവറ, ആ ഒരു സീനുണ്ടല്ലോ, അവിടെ അതിൻ്റെ നടുക്ക് ഞാൻ പോയി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനൊരു ഒരു വൈബായിരുന്നു. സെറ്റായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് ടീച്ചർ അവാർഡിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ പാസ്സായോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പാസ്സാകുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു സെലിബ്രേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വ്ളോഗ് കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്കമിങ് ഡേയ്സിൽ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടൻറ്റ്സ് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.